അർജുനായുള്ള തെരച്ചിൽ 11ാം ദിനവും തുടരുമ്പോൾ നദിയിൽ നിന്ന് പുതിയ ഒരു സിഗ്നൽ കൂടി ലഭിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനമായി വന്ന വാർത്ത. കനത്ത മഴയും പുഴയിലെ അടിയൊഴുക്കും തെരച്ചിലിന് വെല്ലുവിളിയാണ്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ശിരൂരിലെത്തി. പ്രതികൂല കാലാവസ്ഥയിലും തെരച്ചിൽ തുടരണമെന്ന് കർണാടകയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്ന് ലഭിച്ച സിഗ്നൽ ഈ ദൌത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രദേശത്തെ ഒരു ദൃക്സാക്ഷിയാണ് അർജുന്റെ ലോറി പുഴയിലേക്ക് പോകുന്നത് കണ്ടു എന്നുള്ള മൊഴി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ സ്ഥലം കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിലിൽ കണ്ടെത്തിയ സിഗ്നൽ കഴിഞ്ഞ ദിവസത്തേതിനേക്കാൾ കൂടുതൽ വ്യക്തത ഉള്ളതാണ്. ലോഹഭാഗങ്ങളുടെ സാന്നിധ്യം കൂടുതൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുകൂടി കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് തുടരുക. അതേസമയം ഈ അടിയൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ നദിയിലെ തെരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നാളെ ശിരൂരിലേക്ക് എത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും സമഗ്ര വിവരങ്ങൾ നോക്കാം. M സന്തോഷ് ചേരുന്നു. അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം തിരച്ചിൽ 11ാം ദിവസം പിന്നിടുമ്പോഴും വലിയ പുരോഗതി അക്കാര്യത്തിൽ ഇന്നും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനമായി തടസ്സമായി നിൽക്കുന്നത് ഈ ഗംഗാവാലി നദിയിലെ അടിയൊഴുക്ക് കാരണം അവിടേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം തന്നെ ഇപ്പോൾ അനിശ്ചിതമായി നീളുകയാണ്. അതേസമയം തന്നെ ഈ കാലാവസ്ഥയിലും പ്രതികൂല കാലാവസ്ഥയിലും ദൗത്യം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയുണ്ടായി. ഈ യോഗത്തിൽ ഈ കർണാടകയിൽ നിന്നുള്ള കാർവാർ MLAയും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ പങ്കെടുത്തു. കേരളത്തിൽ നിന്നുള്ള MLAമാരായ സച്ചിൻ ദേവും ലിൻഡോ ജോസഫും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം MLA ആയ AKM അഷ്റഫും MK രാഘവൻ MP ഉൾപ്പെടെയുള്ളവരുമെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിന്റെ നിർദ്ദേശം ആവശ്യം എന്നുള്ള രീതിയിൽ മന്ത്രി മുന്നോട്ട് വച്ചത് പ്രതികൂല കാലാവസ്ഥയിലും ഈ ദൗത്യം നിർത്തിവെക്കരുത്, മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം, അർജുനെ കണ്ടെത്താനുള്ള പരമാവധി സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ആ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമാണ് മുഹമ്മദ് റിയാസ് മന്ത്രി ഈ യോഗത്തിൽ മുന്നോട്ട് വച്ചത്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായ പ്രശ്നമായി കാലാവസ്ഥയും കനത്ത മഴയും അടിയൊഴുക്കുമെല്ലാം നിൽക്കുന്ന സാഹചര്യത്തിൽ നേവിയുടെ മുങ്ങൽ സംഘത്തിന് മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ മുങ്ങി ആഴത്തിൽ പരിശോധന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റു സംവിധാനങ്ങൾ, അതായത് കാലാവസ്ഥ മഴ കുറയും വരെ അടിയൊഴുക്ക് കുറയും വരെ മറ്റു സംവിധാനങ്ങൾ തേടാനാണ് ഇന്ന് യോഗത്തിൽ പ്രധാനമായും തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് പ്രത്യേക തരത്തിൽ ഈ പറയുന്ന രീതിയിൽ അതുവരേക്കും കരയിൽ നിന്നുകൊണ്ടുള്ള പരമാവധി മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് നദിയിൽ തിരച്ചിൽ നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ നാളെ ഈ ജലത്തിൻ്റെ നദിയുടെ ഉപരിതലത്തിൽ നിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഫ്ലോട്ടിംഗ് ആയി നിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനാണ് തീരുമാനിച്ചത്. ആ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി തിരച്ചിൽ നാളെയും പുരോഗമിക്കും. ഏതായാലും ഈ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. ദൗത്യം പ്രതികൂലമായ കാലാവസ്ഥയിലും പ്രതിസന്ധിയിലുമെല്ലാം തന്നെ തുടരും എന്നുള്ളതാണ് ഈ യോഗത്തിന് ശേഷം പിന്നീട് ഈ ദൗത്യം മേഖല സന്ദർശിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയതിന് ശേഷം മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇവിടെയുള്ള ജനങ്ങളുടെ, ഇവിടുത്തെ MLA, ഇവിടുത്തെ ജില്ലാ കലക്ടർ, പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും, മാധ്യമങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ, ജനപ്രതിനിധികൾ, MP, MLAമാർ എല്ലാവരും ഉണ്ട്. ലോകത്താകെയുള്ള മലയാളികൾ വലിയ പ്രയാസത്തോടു കൂടി ഈ വിഷയത്തെ ഉറ്റുനോക്കുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ആ ശ്രമം ഇനിയും തുടരും. കൂട്ടായി നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ കാലാവസ്ഥയിലും ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ വേണ്ടി അതിന് ചില പുതിയ മെത്തേഡുകളും മറ്റുമൊക്കെ തന്നെ ഒരുക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാളെ മുതലുള്ള ദൗത്യത്തിന് പ്രത്യേക രീതിയിൽ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം നദിയിൽ സജ്ജീകരിക്കുന്നതിനായി 10 ടൺ ശേഷിയുള്ള ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ സംവിധാനം ഒരുക്കും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ നിന്നുകൊണ്ട് പരമാവധിയുള്ള ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഉണ്ടാവുക. എങ്കിൽ കൂടിയും നദിയിലേക്ക് മുങ്ങിയുള്ള പരിശോധന സാധ്യമാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ മേഖലയിലെല്ലാം തന്നെ കനത്ത മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഈ രീതിയിലുള്ള പ്രതിസന്ധി
നേരിടുന്നത്. അതേസമയം തന്നെ മറ്റൊരു പുരോഗതി ഈ ഗംഗാവാലി നദിയിൽ ഒരു പുതിയ സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിഗ്നൽ ഈ നദിയിലും തീരത്ത് നിന്നും ഇപ്പോൾ ഈ നദിയിൽ രൂപപ്പെട്ടിട്ടുള്ള മൺകൂനയുടെ അടുത്തായാണ് പുതിയ സിഗ്നൽ കണ്ടെത്തിയത്. അങ്ങനെയുള്ള ഒരു പരിശോധന നടത്താൻ കാരണം അവിടെയുള്ള ഒരു പ്രദേശവാസി ലോറി അവിടെ മുങ്ങുന്നത് കണ്ടു എന്നുള്ള രീതിയിൽ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ലോറിയുടെ ക്യാബിൻ ഉയർന്നു നിൽക്കുന്നതും പിന്നീട് അത് താഴ്ന്നു പോകുന്നതും കണ്ടു എന്ന് വെളിപ്പെടുത്തൽ നടത്തി. ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രദേശവാസി ഉറപ്പിച്ച ഇക്കാര്യം പറയുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഡ്രോൺ പരിശോധനയിലാണ് അവിടെ ശക്തിയുള്ള ഒരു സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഏറ്റവും സാധ്യതയുള്ള സിഗ്നലായി തന്നെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ വരെയുള്ള ഡ്രോൺ പരിശോധനയിൽ അല്പം കൂടി താഴേക്കുള്ള ഒരു വലിയ സിഗ്നൽ അതായിരുന്നു കൂടുതൽ ഈ ലോറി എന്ന് ഏറ്റവും കൂടുതൽ ഉറപ്പിച്ച ആ ഒരു സിഗ്നൽ അതായിരുന്നു. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ പുതിയ ഒരു സിഗ്നൽ കണ്ടെത്തി അത് അല്പം കൂടി സ്ട്രോങ് ആണ്. മാത്രമല്ല ഈ തദ്ദേശവാസിയായിട്ടുള്ള പ്രദേശവാസി പറഞ്ഞത് ഉറപ്പായും അവിടെ ലോറി മുങ്ങുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് ഉള്ള നിഗമനത്തിലെത്തി അവിടെ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുങ്ങൽ വിദഗ്ധരുടെ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഈ അടിയൊഴുക്ക് തന്നെയാണ് പ്രശ്നം. നിലവിൽ ഗംഗാവാലി നദിയിലെ അടിയൊഴുക്ക് കൂടുകയാണ്. ഇന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിൽ 7 നോട്ട്സാണ് അവിടെയുള്ള അടിയൊഴുക്ക്. ഇന്നലെ അത് 6 ആയിരുന്നു. ഏറ്റവും താഴ്ന്ന അടിയൊഴുക്കുണ്ടായത് 5.5 മാത്രമാണ്. അതിന് താഴേക്ക് പോയിട്ടേ ഇല്ല. ഈ അടിയൊഴുക്ക് 3 നോട്ട്സ് വരെ താഴ്ന്നാൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിൽ മുങ്ങി പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയായിരിക്കും ഏറ്റവും പോസിറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള റിസൾട്ട് തരുന്ന പരിശോധന അതായിരിക്കും. അതിനുവേണ്ടി ഇനി കാലാവസ്ഥ മാറുന്നത് വരെ കാത്തിരിക്കണം എന്നാണ് കലക്ടർ ഉൾപ്പെടെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സാധ്യമല്ല എന്നും കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ പറയുന്ന രീതിയിലുള്ള ഡ്രഡ്ജിങ് ഉപകരണങ്ങൾ നദിയിലൂടെ അവിടെ എത്തിക്കുന്നതിൽ അപ്രായോഗികതയുണ്ട് എന്നുള്ളതാണ് കലക്ടർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പകരം മറ്റ് പലവിധ വഴികൾ തേടുന്നു എന്നുള്ളതാണ് കലക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കേന്ദ്ര മന്ത്രി രാജ്നാഥ് സിംഗിന് ഇപ്പോൾ കത്തയച്ചിട്ടുണ്ട്. പരമാവധി ഈ അർജുൻ്റെ തിരച്ചിലിന് ആവശ്യമായിട്ടുള്ള സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കൂടുതൽ നാവികസേനയുടെ വിദഗ്ധരെ ഈ പ്രദേശത്തേക്ക് വിനിയോഗിക്കണം. അതോടൊപ്പം തന്നെ കൂടുതൽ ആധുനിക ഉപകരണങ്ങൾ കൂടി വിന്യസിക്കണം. അങ്ങനെ തിരച്ചിൽ ഊർജിതമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്നാഥ് സിംഗിന് കത്തയച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നാവികസേനയുടെ കൂടുതൽ സൗകര്യങ്ങൾ ഇതിനായി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ്. കൂടുതൽ വിദഗ്ധരെ അങ്ങോട്ട് എത്തിക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ തുടർച്ചയായ ഇടപെടൽ ഈ അർജുൻ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ടിത് വിലയിരുത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയത്. മന്ത്രി അതോടൊപ്പം തന്നെ AK ശശീന്ദ്രനും ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തും. അതുകൂടാതെയാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രി രാജ്നാഥ് സിംഗിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു കത്തുകൂടി അയച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ തുടർച്ചയായ ഇടപെടലാണുള്ളത്. ഏതായാലും ഇന്ന് ഈ ഒരു കേരളത്തിൻ്റെ അഭ്യർത്ഥന നിർദ്ദേശം മാനിച്ചുകൊണ്ട് തന്നെ പ്രതികൂല കാലാവസ്ഥയിലും ദൗത്യം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എം സന്തോഷ സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.